അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളും കരയണ കണ്ടാ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും, കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ്, കരയാണെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. ഇങ്ങനെ തൊണ്ടയിടറി പറഞ്ഞ് അമരത്തിലെ അച്ചൂട്ടി കടലമ്മയുടെ മടിത്തട്ടിലേക്ക് പോകുമ്പോൾ കണ്ണു നിറഞ്ഞവരാണ് നമ്മൾ. അച്ചുവിൻ്റെ മാത്രമല്ല, തനിയാവർത്തനത്തിലെ ബാലന്മാഷിൻ്റെയും ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരൻ്റെയും ഒക്കെ ശബ്ദമിടറിയപ്പോൾ ഒപ്പം സങ്കടപ്പെട്ട് മലയാളികളുടെയും കണ്ണു നിറഞ്ഞു. തിയേറ്ററുകളിലെ ഇരുട്ടിൽ വിങ്ങിപ്പൊട്ടി തിയേറ്റർ വിട്ടിറങ്ങിയാലും ആർത്തു പെയ്യുന്ന മഴ പോലെ ആ സങ്കടം കുറച്ചേറെ സമയമെങ്കിലും പലരുടെയും മനസ്സിൽ തോരാതെ നിന്നിട്ടുണ്ടാകും. മമ്മൂട്ടിയുടെ ശബ്ദത്തിൻ്റെ വൈകാരികതയോട് ചേർന്നു നിൽക്കാതിരിക്കാൻ മലയാളിക്കാവില്ല. 70ൻ്റെ നിറവിൽ മമ്മൂട്ടി എന്ന മഹാനടൻ എത്തി നിൽക്കുമ്പോഴും ചിലരുടെയെങ്കിലും ഓർമ്മകളിൽ ആ സങ്കടപ്പേത്തുണ്ടാകും. സ്ക്രീനിലെ മമ്മൂട്ടിക്കൊപ്പം സ്വയം നീറി കരഞ്ഞു തീർത്ത് സമാധാനം കണ്ടെത്തിയതിൻ്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ കുറേയേറെ നാൾ മനസ്സിനെ വേട്ടയാടിയ മമ്മൂട്ടി കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ. എല്ലാ വിഷമവുമാണ്. സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്ക് അത് മതി. പാവാവൻ ഒരു സാധു. കഥാപാത്രത്തിൻ്റെ സങ്കടം പ്രേക്ഷകരുടേതുമാക്കി മാറ്റുന്നതിൽ സ്വന്തം ശബ്ദത്തെ ഉപയോഗപ്പെടുത്തിയ നടന്മാരിൽ മമ്മൂട്ടിയോളം വരുന്ന മറ്റൊരാളില്ല. മമ്മൂട്ടിയുടെ ശബ്ദത്തിൻ്റെ താളവും ഭാവസാന്ദ്രതയും ചേരുമ്പോൾ കഥാപാത്രത്തിൻ്റെ വൈകാരികാനുഭവം പ്രേക്ഷകരിലേക്ക് അതേ തീവ്രതയിലെത്തിയതിന് ഉദാഹരണങ്ങൾ എണ്ണത്തിലൊരുപാടുണ്ട്. കടപ്പുറത്തുകാരുടെ കഥ പറഞ്ഞ അമരത്തിലെ അച്ചുവിന് വേണ്ടി മമ്മൂട്ടി ശരീരം കൊണ്ട് മാത്രമല്ല പരകായ പ്രവേശം നടത്തിയത്. ശബ്ദത്തിൻ്റെ കൃത്യമായ വൈകാരികാനുഭവമാണ് മമ്മൂട്ടി അച്ചുവിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മുരളിയോടും മാധുവിനോടുമൊക്കെയുള്ള സംഭാഷണങ്ങളിൽ കഥാപാത്രത്തിൻ്റെ ഉൾക്കാമ്പ് തുറന്നു കാട്ടാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞത് അനുഗ്രഹീതമായ ശബ്ദവും കൊണ്ടായിരുന്നു. മലയാളത്തിൻ്റെ എന്നല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ഭാവാഭിനയ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ ഇരുപ്പുറപ്പിക്കാനും മമ്മൂട്ടിക്ക് കഴിഞ്ഞുവെന്നത് കേവലം വിശേഷണ വാക്കല്ല. എന്റെ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? നീ പോലും ആഗ്രഹിച്ചു. വലിയേട്ടനായാലും ആത്മനൊമ്പരങ്ങളുടെ നെരിപ്പോടുകളിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളായാലും മമ്മൂട്ടി എന്ന നടൻ്റെ ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും ഒരുപോലെയുള്ള വൈകാരികാഭിനയം അത്രമേൽ തീക്ഷ്ണവുമാണെന്നത് സാക്ഷ്യം പറയുന്ന സിനിമകൾ ഒരുപാടുണ്ട്. തലമുറകളായി കൈമാറിക്കിട്ടിയ ഭ്രാന്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മകനെ മോചിപ്പിക്കാൻ വിഷം പുരട്ടിയ ചോറുള്ള അമ്മ ഊട്ടുമ്പോൾ ബാലൻ മാഷിൻ്റെ കണ്ണ് നനഞ്ഞിരുന്നില്ല. പക്ഷേ തനിയാവർത്തനത്തിൽ ബാലൻ മാഷ് ഉള്ളിൽ കരയുകയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പേരിട്ട് വിളിക്കാനാകാത്ത ഏതോ വികാരത്താൽ പിടയുകയായിരുന്നിരിക്കാം. മമ്മൂട്ടിയുടെ ഭാവാഭിനയ തീവ്രതയിലെ നെരിപ്പോടിൽ പ്രേക്ഷക മനസ്സും വെന്തു നേറിയിട്ടുണ്ടാകും. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിറകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, മലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. കൗരവർ എന്ന ചിത്രത്തിൽ ജയിലിൽ നിന്ന് പുറത്തു പോകാനിരിക്കെ ആൻ്റണി പറഞ്ഞ വാക്കുകൾ ഒരേ സമയം പകയും സങ്കടവും ചേർത്തുള്ളതായിരുന്നു. ഞാൻ തിരിച്ചു വരും, ഒന്നും മറക്കാതിരിക്കാൻ, മനസ്സിലെ കനൽ കെട്ടുപോകാതിരിക്കാൻ. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. എൻ്റെ സുജിയുടെ ജീവൻ്റെ വില, എൻ്റെ മോളുടെ ജീവൻ്റെ വില, പിന്നെ തകർത്തെറിഞ്ഞ മറ്റു ചില ജീവനുകളുടെയും വില, അങ്ങനെ ഒരുപാട് കണക്കുകൾ. കൗരവറിൽ മമ്മൂട്ടിയുടെ ആൻ്റണി ജയിലറോട് ഇങ്ങനെ പറയുമ്പോൾ പകയുടെ തീക്ഷ്ണതയുണ്ടെങ്കിലും കണ്ണു നിറയാതിരിക്കാൻ പാടുപെടുകയാണ്. ചിത്രത്തിനൊടുവിൽ പകയുടെ കനൽക്കെട്ട് സ്നേഹത്തിൻ്റെ വൈകാരികതയാണ് ആൻ്റണിയുടെ വാക്കുകളിൽ. കുട്ടികൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്, എൻ്റെ മക്കൾ എന്ന് ആൻ്റണി മുരളിയോട് പറയുന്ന രംഗം അത്രമേൽ വൈകാരികമായിരുന്നു. ഇല്ലമ്മേ, ഇല്ല,
എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്, എന്റെ അല്ല ഈശ്വരൻ. രാപ്പകലിലെ കൃഷ്ണൻ കുടുംബ ഫോട്ടോയെടുപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ മമ്മൂട്ടിയുടെ മുഖത്ത് ചിരിയുടെ മങ്ങലിനൊപ്പം അടക്കിപ്പിടിച്ച സങ്കടവുമുണ്ട്. പളുങ്കിൽ മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മഴയത്ത് പൊട്ടിക്കരയുകയാണ് മമ്മൂട്ടി കഥാപാത്രം. ചിലപ്പോൾ വാവിട്ടു കരഞ്ഞും മറ്റു ചിലപ്പോൾ നെഞ്ചകത്ത് സങ്കടങ്ങളുടെ കടലൊളിപ്പിച്ചുമൊക്കെ മമ്മൂട്ടി എത്രയോ തവണ നമ്മെ കരയിപ്പിച്ചിരിക്കുന്നു, പ്രേക്ഷകൻ്റെ ഉള്ളു ശുദ്ധീകരിക്കാനെന്ന പോലെ.